ബ്രോക്കർ കൃഷ്ണൻകുട്ടി ചേട്ടനെ ഒന്ന് വിളിച്ചേക്കാം. ഹലോ. ഓ ഹലോ കൃഷ്ണൻകുട്ടി ചേട്ടാ, ലീലാമ്മയാ. മനസ്സിലായി നമ്പർ എന്റെ ഉണ്ടല്ലോ ലീലാമ്മ. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാലേ നടക്കത്തുള്ളതാ വിളിച്ചത് കേട്ടാ. പറഞ്ഞട്ടെ, ലീലാമ്മയ്ക്ക് എന്ത് ആവശ്യം ഉണ്ടല്ലോ കൃഷ്ണൻകുട്ടി ചേട്ടൻ സമ്മതിച്ച് നടത്തി തരത്തില്ലേ അങ്ങ്? എനിക്കറിയാം. അത് എന്റെ മോനാണെങ്കിൽ ഗൾഫിൽ പോയായിരുന്നു. എനിക്കറിയാം. ഈ ലീവിന് വന്ന് പോകുമ്പോ ചെറുക്കനെ പിടിച്ച് അങ്ങ് കെട്ടിക്കണം. അത്രേ ഉള്ളൂ. അത് ഈ കൃഷ്ണൻകുട്ടി ഏറ്റവും ആ ചെറുക്കൻ ഇങ്ങോട്ട് വന്നോട്ടെ, നമുക്ക് സെറ്റാക്കി കളയാം. ഉപേക്ഷ കുറ്റം വിചാരിക്കല്ലേ. ഇല്ല. അതാ എന്നാ ശരി, എന്തായിരുന്നു? അതെ, ഞാൻ കഴിഞ്ഞ ദിവസം മൊബൈലിൽ ഒരു സൂത്രം അയച്ചായിരുന്നു, ഇതുവരെ നോക്കിയില്ലല്ലോ. അത് സൂത്രോ? നോക്ക്. ഒരു മിനിറ്റ് നോക്ക്. ഇതെന്തോ ടുക്ടു? എന്റെ തുടിക്കുന്ന ഹൃദയം. ഇനി ഈ തുടിക്കുന്ന ഹൃദയം അയച്ചാൽ ഞാൻ തുടുപ്പിനടിക്കും. ഞാൻ എന്റെ കൊച്ചിന് ഞാൻ തന്നെത്താനെ കണ്ടുപിടിച്ചോളാം. തുടിക്കുന്ന ഹൃദയം. പ്രകാശോ? അപ്പച്ചി ശരിയല്ല. പ്രകാശോ? അപ്പച്ചി ശരിയല്ല. പ്രകാശോ? അപ്പച്ചി ശരിയല്ല. ഇത് കൂടുതൽ എങ്ങനാടാ? എന്തുവാ ആ പിച്ച് ശരിയായില്ലെന്ന് പറഞ്ഞു. ആ പിച്ച് ശരിയല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ അപ്പച്ചി കാണിക്കുന്നത് ശരിയല്ല. ഞാൻ എന്തോ കാണിച്ചടാ? അപ്പച്ചി ഇവിടുത്തെ മക്കു എങ്ങനെ ഗൾഫിന് പോയത്? അവൻ ഫ്ലൈറ്റിൽ പോയി. ബാക്കിയുള്ള നിരങ്ങിയല്ലേ ഗൾഫിലോട്ട് പോകുന്നത്. അപ്പച്ചി എന്നോട് വന്ന് കരഞ്ഞു ചോദിച്ചിട്ട് എന്റെ ഭാര്യയുടെ മാല ഞാൻ അപ്പച്ചിക്ക് തന്നത്. അപ്പം പോയി കഴിഞ്ഞ 6 മാസം കഴിഞ്ഞ് ആ മാല തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ 2 വർഷം കഴിഞ്ഞു, ഇതുവരെ ആ മാല തിരിച്ചു തന്നില്ല അപ്പച്ചി. എടാ തിളയ്ക്കാതെ പ്രകാശ, അത് ഈ പറഞ്ഞ മാതിരി പെട്ടെന്നൊരു വിസ വന്ന് കയറി അങ്ങ് പോയി. അവിടെ ചെന്ന ഉടനെ എടുത്തു വെച്ചേക്ക് വന്നോ ജോലി. അവൻ പതുക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അറബി ജോലി കൊടുത്തു കഴിഞ്ഞ് ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുവോ? അവനൊന്ന് പിടിച്ചു വരട്ടണോ, മാല അങ്ങ് എടുത്ത് തന്നേക്കാം. അപ്പച്ചി അവള് പണങ്ങി പോയേക്കാ മാലയുടെ പേരിലറിയാവോ? അത് പറയല്ലേ പ്രകാശ, നിന്റെ ഭാര്യ പണങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് മാലയുടെ പ്രശ്നം കൊണ്ടൊന്നല്ല, നിന്റെ സ്വഭാവം കൊണ്ട്. എന്റെ സ്വഭാവം ഈ അപ്പച്ചി പറയുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്, നിനക്ക് കഴിവില്ല. ആര് പറഞ്ഞ് കഴിവില്ലെന്ന്? ആ മാലയുടെ പേരും പറഞ്ഞ് അവളോട്ട് അടി ഉണ്ടാക്കിയ കൂട്ടത്തിൽ അവളൊരു തോട്ടത്തിനകത്ത് തേങ്ങ കെട്ടി എന്നെ നെഞ്ചത്തടിച്ചു, ഞാൻ തടഞ്ഞു നിന്നു. എനിക്ക് കഴിവില്ലയോ? എന്നാലും സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചത് വളരെ മോശമായി പോയടാ. ഒരു മോശമായില്ല, തേങ്ങ വച്ച അടി കിട്ടിയത് നല്ല വിലയാ. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും നല്ല വില കൂടി അടിയായിരിക്കും കിട്ടിയത്. എടാ നിനക്ക് വിവരവും ബുദ്ധിയും ഉണ്ടോ? അവൾ അത്ര തന്റെ അടിയായിട്ടില്ലേ നിന്നെ തേങ്ങയ്ക്ക് അടിച്ചത്? അപ്പൊ ഒരു കാര്യം വേണം, എന്റെ ഭാര്യയെ കുറിച്ച് അനാവശ്യം പറഞ്ഞേക്കല്ലേ. അവൾക്ക് നല്ല ദയുള്ള ഹൃദയമുള്ള അവള്. അവളെ കാലെ പിടിച്ച് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവൾ അന്നേരം അടി നിർത്തും. അങ്ങനെ ദയുള്ള ഹൃദയമുള്ള അവള്. അപ്പൊ മാല തരാനെ കൊണ്ട് എന്തൊരു കഷ്ടമാന്ന് പറയടാ. നീ ഒരു ഇത് പെട്, നീ ഇപ്പം അങ്ങോട്ട് ചെല്ല്, മാല തരാം. ഇന്നും മാല തന്നില്ലെങ്കിൽ നാളെ ഞാൻ ഉണ്ടാവില്ല. അതെന്ത് നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ കുറച്ചാൾ മുമ്പ് ഉണ്ടായതില്ല, അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത്. എന്റെ വായം കൊണ്ടത് കേൾക്കരുത്. നീ കുറച്ച് നാൾ മുന്നേ ഉണ്ടായത്. മാല തന്നേ പറ്റത്തുള്ളൂ. ഇവിടെ ആരുമില്ലേ? ആര് പറഞ്ഞു ഇവിടെ ആരുമില്ലെന്ന്? വടക്കൊണ്ടാക്കുന്ന ഞാനും കേൾക്കുന്ന അപ്പിച്ച് ഇവിടെ ഇല്ലയോ? ആരാണ്? മനോജിന്റെ അമ്മയല്ലേ? ഈശാണോ? എനിക്ക് ഉണ്ടല്ലോ. മുണ്ടും ഉടുപ്പും ഉണ്ടോ? ഉണ്ടല്ലോ. ഞാൻ പെണ്ണാന്നോ? അല്ല. പിന്നെ ഞാൻ മനോജിന്റെ അമ്മയാവുന്നത് എങ്ങനെയാണോ? അല്ലല്ല, ചേട്ടൻ്റെ അടുത്തല്ല. ആ നിൽക്കുന്നത് മനോജിന്റെ അമ്മയല്ലേ? അതെനിക്കറിയത്തിന് കാര്യമില്ല. മനോജിന്റെ അമ്മ എനിക്കറിയത്തിന് കാര്യമില്ല. അപ്പിച്ചേ ഓർത്ത് വെച്ചോണം. ഇങ്ങോട്ട് മാറിയുന്നേ. മാസ്ക് ആവുന്നു ഇവിടെ, കാര്യമില്ല. മാസ്ക് ആവുന്നു. ഓർത്ത് വെച്ചോണം. ഭയങ്കര ദേഷ്യം, ഭയങ്കര ചൂടനാന്ന് തോന്നുന്നല്ലേ? എന്തോ ചെയ്യാനാ? പുള്ളിയൊക്കെ ഈ ബിപിയുടെ ഗുളിക ഭയങ്കര ബിപി ആയിരിക്കും പുള്ളിക്ക്. കിണറ്റില് കലക്കി തൊട്ടിക്ക് കോരി കുടിക്കുന്ന മനുഷ്യനായിരിക്കും അല്ലേ? അല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഇതേപോലുള്ള ക്ലീശ തമാശക്ക് ചിരിക്കാറുമില്ല, ആസ്വദിക്കാറുമില്ല. ആ പോയത് ആരാന്നറിയാവോ? എന്റെ ആങ്ങളയുടെ പുത്തനെന്നാ. പുത്തനെന്നാ? അത് പിന്നെ കൗണ്ടർ രാജ കിട്ടുന്ന ഒരു കൗണ്ടർ ആയോണ്ട് അത് നിൽക്കും. അത് പുത്തനെന്നാ? അല്ല, ആരാ മനസ്സിലായില്ല? ഞാൻ മനോജിന്റെ അമ്മ അല്ലേ? എന്റെ പൊന്നു കുഞ്ഞെ, ആരാ ഈ മനോജ്? ആരാന്ന് പറഞ്ഞോട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നത്? മനോജിന്റെ വീടും അല്ല, ഞാൻ മനോജിന്റെ അമ്മയും. ഇത് മനോജ്. ഈ 3 പെണ്ണുങ്ങളോ? അയ്യോ, അത് പ്ലേറ്റ് വെച്ചെടുത്ത അതല്ലേ? അയ്യോ, ഇത് മക്കു, എന്റെ മോൻ. അവനങ്ങ് ഗൾഫിലാ. മക്കു. അത് മനോജ് നമ്മളവിടെ വിളിക്കുന്നേ. അയ്യോ, സത്യം പറഞ്ഞാലേ പിന്നെ കൊച്ചിലെ മുതൽ മക്കു എന്ന് വിളിച്ചിട്ട് ഇവന്റെ യഥാർത്ഥ പേര് മനോജാന്ന് ഞാൻ അങ്ങ് മറന്നുപോയി. മക്കളുടെ പേരെന്തുവാ? എന്തോ പറഞ്ഞിട്ടെന്തുവാ? സ്വന്തം മോന്റെ പേരങ്ങ് മറന്നു വെച്ചേക്കുമല്ലേ? എന്റെ പേര് പറഞ്ഞിട്ടെന്തോ? അത് മറന്നിട്ട് ഇവിടെ നിന്ന് എന്നെ കുരുക്കടിക്കാനാ? അതല്ല. അപ്പൊ കണ്ട, അപ്പൊ ഞാനും അവനും ഒരുമിച്ച് റൂമിലായിരുന്നേ. അതുകൊണ്ട് വാടക ഞാൻ തരണോ? അതല്ലമ്മ, അവിടെ ഒരുമിച്ച് റൂമിലായിരുന്നു. അപ്പൊ അവൻ ഒരു പൊതി എന്റെ തന്നുവിട്ട് അമ്മേനെ തരാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്ക് എന്റെ കല്യാണമായി. അപ്പൊ നേരെ ഫ്ലൈറ്റിൽ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ച് നേരെ ഇനി വന്നിട്ട് ഇത് തന്നേച്ചങ്ങ് പോകാനുള്ള പരിപാടിയായിരുന്നു. വഴിയില്ലേ കൂടെ? നീ വന്ന വഴിയാന്നോ അതോ പോകാനുള്ള വഴി വെട്ടുന്നത്? നിർത്തി പറ. എനിക്ക് പ്രത്യേകിച്ച് ധൃതി ഒന്നുമില്ല, നീ സാവധാനം പറഞ്ഞാൽ. പിടിച്ചു. പിടിച്ചു. ഇത് മനോജ് തന്നു വിട്ടതാണ്.
മക്കു മക്കു. മക്കു മക്കു ഓ ശരി, മക്കു തന്നു വിട്ടതാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ എന്നാ. എനിക്ക് അവിടെ നിൽക്കുക ഇപ്പഴേ പോവനെ കൊറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ? ഇത് തന്നിട്ട് ഏ, പോവാൻ പറഞ്ഞു. അതെ അതെ ഗൾഫിൽ നിന്ന് ഇത് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. മോനൊന്നും കൊണ്ടുവന്നില്ലയോ? ഒന്നും കൊണ്ടുവന്നില്ലമ്മ. അതെന്താ അങ്ങനെ കൊണ്ടുവരാത്ത? ഒന്നാമത്തെ കാര്യം 30 കിലോ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നീ എങ്ങനെ വന്നേ? അവിടെ ഒരു 19 കിലോ ഉണ്ടല്ലോ. അയ്യോ, അതല്ലമ്മ, വെയിറ്റ് ആയിട്ട് നമുക്ക് 30 കിലോ കൊണ്ടുവരാൻ അങ്ങനെ മനസ്സിലായി. അല്ല, ഈ കല്യാണം ആറിയാന്ന് പറഞ്ഞേ? കല്യാണം എന്റെ കല്യാണം അമ്മ. മോന്റെ കല്യാണം? എന്റെ കല്യാണം. അയ്യോ, എന്നാ കല്യാണം? കല്യാണം അടുത്ത ആഴ്ച. എവിടെ പെണ്ണിനെ എവിടെ കിട്ടുന്നേ? പെണ്ണ് കോഴിക്കോടുന്നാ. കോഴിക്കോടുന്നോ? അയ്യോ, ഞാൻ വന്നിരിക്കും. വണ്ടി വിടാവോ? വരണ്ട. അല്ല 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 എനിക്ക് കാലിന് വാദത്തിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങ് കോഴിക്കോട് വരെ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാ. ഇപ്പൊ അമ്മയ്ക്ക് കാലിന് വാദം ഉണ്ടെന്നും പറഞ്ഞ് കോഴിക്കോട് എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ അമ്മ? എന്റെ കല്യാണം നടക്കട്ടെ അമ്മ, എങ്ങനെയെങ്കിലും എനിക്ക് പോണോ അമ്മ. അല്ല അല്ല ഇതെന്തുവാ? അല്ല ഇത് വേറൊന്നും അല്ല, ഞാൻ പറഞ്ഞില്ല. അല്ല അത് മനസ്സിലായി. ഇതിനകത്ത് എന്തോ 2 തുള. അതൊരു 2 പിസ്ത ഞാൻ കൈയിട്ടെടുത്തതാ. ഒരു കടക്കാരൻ വന്നപ്പോ നിങ്ങൾ പൈസ കൊടുത്തല്ലോ. എന്റെ മാനതാ കടക്കാരനോ? ഒരു കടക്കാരൻ വന്ന് ചോദിച്ചപ്പോ പൈസ കൊടുത്തല്ലോ. ഒരുത്തർ അങ്ങോട്ട് പോയല്ലോ പൈസ. എടാ കടക്കാരനല്ല, അത് തന്നതാ എനിക്ക്. ഞാൻ അത് മേടിച്ചു തന്ന്. എന്തോ ഇത് സമാധാനപ്പെടും. ഞാൻ പറയട്ടെ, നമ്മുടെ മക്കു ഇല്ലേ, നീ അവിടെ ഇരിക്കെ. മക്കുവിന്റെ കൂട്ടുകാരനെ ഈ ചെറുക്കനെ. ഈ ചെറുക്കൻ ഗൾഫിൽ നിന്ന് വന്നപ്പം അവൻ കൊടുത്തു വിട്ടാന്ന് ഇത്. പൈസ 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 ഇവിടെ ഒട്ടിച്ചു കേട്ടോ. പൈസ അല്ലേ, നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ഓ എടാ, ഇതേ ബദാമുണ്ട്, പിസ്തയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. വേണം നിനക്ക്? അപ്പൊ ഞാൻ അത് കാണാതെ കിടക്കുമല്ലേ? അപ്പൊ നിനക്ക് വേണ്ട. ഞാൻ അപ്പൊ നീ കാണാതെ കിടക്കുമെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞ ഞാൻ കാണാതെ കിടക്കുമല്ലേ? പൊട്ടിക്കട്ടെ. ഇതൊക്കെയുള്ള സംഭവം. ഇതെന്തുവാടാ ഇവിടെ ഒരു പെട്ടി? ഏത് വേണ്ട, തുറന്ന് തന്നെ എന്തെങ്കിലും പലഹാരമാണ്. മധുരവെള്ളത്തിന് സാധനമായിരിക്കും. മാറി നീ നോക്കട്ടെ. മാല മാല മക്കൂനറിയാ, ഞാൻ ഇവിടെ വന്ന് ചോദിക്കും എനിക്ക് കിട്ടണം മാല. എന്റെ മാലതാ, എന്റെ മാലതാ, എന്റെ മാലതാ. അതല്ല അപ്പൊ മാല ആരാണ് പറഞ്ഞത്? അത് എടാ എന്ത് വട, ഞാനൊരു ആഗ്രഹത്തിന് ഒരു ദിവസമെങ്കിലും ഞാൻ ഇട്ടോണ്ട് നടക്കട്ടെ. കഷ്ടമുണ്ടടാ. എടാ കഷ്ടം. കെട്ടിയോളെല്ലാം കളഞ്ഞിട്ട് പോയതിന്റെ പേര് എനിക്ക് മാല തന്നാ അപ്പച്ചി. മാല അപ്പച്ചി കണ്ടോ? എന്നാ നിന്റെ കുന്ത. ഇനി അപ്പച്ചി കുപ്പച്ചി എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലോട്ടൊക്കെ കയറിയാലുണ്ടല്ലോ. പിന്നെ പിന്നെ അതൊന്നും പോയില്ല. നീ പോയില്ല. അല്ലമ്മ, ഞാനേ ഒരു സംഭവം ഉണ്ടായി. ആ പൊതി മാറിപ്പോയമ്മ. പൊതിയോ? പൊതി മാറി. സാരല്ലേ, കുഞ്ഞു പൊതിയാണേലും കുഴപ്പമില്ല. അല്ലല്ല, ഞാൻ ഇത് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാ. അപ്പൊ ഇത് സെറ്റ് ചെയ്തതാ. ഇത് വേറെ പൊതിയാ. മറ്റേ ഗൾഫിൽ നിന്ന് ഇളക്കിക്കൊണ്ടൊന്നും വന്നില്ലെന്ന് പറഞ്ഞതോ? അല്ല, അത് അപ്പോഴത്തെ ഒരു ഫ്ലോയിൽ പറഞ്ഞല്ലേ അമ്മ. ഞാൻ വേറൊരു പൊതിയാ തന്നിട്ട് അത് മാറിപ്പോയി. വണ്ടി ഇരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് തരാം. ഇത് പൊട്ടിച്ചാ അമ്മ? ഇതിനകത്തൊരു മാല ഉണ്ടായിരുന്നു അമ്മ. മാലയോ? മാല ഉണ്ടായിരുന്നു. മോൻ കൊടുത്തുവിട്ട മാല. മക്ക കൊടുത്തിട്ട് മാല. അത് കിട്ടിയ അതിന് തന്നേക്കമ്മ. ഞാൻ വൈഫിന് വേണ്ടി മേടിച്ച കല്യാണം. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വേണ്ട പ്രകാശന്റെ കൊടുത്താ മാല. ആ മാല തന്നേക്കേട്ടെ. ഒരു മാല പറ്റത്തില്ല. അല്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെങ്കൊച്ചിന് വേണ്ടി മേടിച്ചത്. അതല്ല, ഞാൻ 2 വർഷത്തിന് മുമ്പ് ഇവർക്ക് കൊടുത്ത മാല. അതിന്റെ ഭാരം അന്ന് കൊടുത്തു വിട്ട മാല. ഞാൻ തരത്തില്ല, എന്റെ മാല. അല്ല, ആ മാല തന്നേക്കേട്ടെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പൊതി മാറിപ്പോ. ഞാനിപ്പോ വണ്ടി നിർത്തി തരാം അമ്മ. ആ പൊതിയാ, ആ മാല ഇനി തന്നേക്കട്ടെ. എന്റെ മാല നേരത്തെ വാങ്ങിച്ച മാലയ്ക്ക് ഭാരം തന്ന മാല. ഈ മാല ചേട്ടൻ എന്തിനാ? എന്റെ അമ്മാവന്റെ മോടെ കല്യാണത്തിന് എനിക്കിത് കൊടുക്കണം. അമ്മാന്റെ പോണം. കീരിക്കാട്ട് വാസുദേവനമ്മാവൻ. കീരിക്കാട്ട് വാസുദേവനമ്മാൻ. കീരിക്കാട്ട് വാസുദേവനമ്മാൻ അറിയത്തില്ലയോ? ഈ താടിയൊക്കെ വെച്ച് കട നടത്തുന്നേ. താടിയൊക്കെ വെച്ച് കട നടത്തി കഴിഞ്ഞാൽ വല്ല കച്ചവടം നടക്കും. അതല്ലെന്ന്, ഈ താടിയൊക്കെ ഉള്ള ഒരാൾ പന്തളത്ത് കട നടത്തുന്ന അമ്മാന്റെ മോള് മഞ്ജുവിന്റെ കല്യാണമാണ്. മഞ്ജു? മഞ്ജുവിന്റെ ആരാണ്? മഞ്ജുവിന്റെ അമ്മാവന്റെ മോളെ. ഞാൻ കെട്ടുന്ന മഞ്ജുവിനല്ലേ? ഞാൻ കെട്ടുന്ന മഞ്ജുവിനല്ലേ? പ്രകാശ, അതെന്താ സംഭവം? മഞ്ജുവിനെ ഞാനല്ലേ കിട്ടുന്നേ? മഞ്ജുവിനെ നീ കിട്ടുന്നേ? അതെ, നീ തന്നേ. അല്ലല്ല, ഞാനൊക്കെ നമുക്ക് പ്രസന്റ് മാല മഞ്ജുവിന് ഞാൻ പ്രസന്റ് കൊടുക്കാതിരിക്കുന്നതാ. ഇതിപ്പോ എന്റെ തന്നാലും ഞാൻ മഞ്ജുവിന്റെ കയ്യിൽ തന്നെ ഇത് എത്തൂല. അപ്പൊ വിഷയമില്ലല്ലോ. എനിക്കിത് കൊടുത്തിട്ട് വേണം ചെറുനാരങ്ങ വാങ്ങിക്കാൻ. എനിക്ക് നിർബന്ധമാണ്. ചെറുനാരങ്ങ തരത്തില്ല. അല്ല, ഇത് നീ തന്നേക്കുന്നേ. ഞാനിത് മഞ്ജുവിന് കൊടുത്താൽ നിന്റെ കൈ വരുമല്ലോ. അല്ല, ഞാനൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞാലോ, മഞ്ജുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാലോ. ചേട്ടന്റെ പേരെന്തുവാ? ചേട്ടന്റെ പേരെന്തോ? എന്റെ പേര് പ്രകാശൻ. പ്രകാശൻ എന്ന് പറഞ്ഞാൽ സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഒരു ചേട്ടൻ എനിക്ക് എന്റെ തന്നു മാല മഞ്ജുവിന് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തരാൻ വേണ്ടി എന്ന് പറഞ്ഞ ബന്ധത്തിലുള്ള അറിയാലോ. പ്രകാശനെ അറിയായിരിക്കുമല്ലോ മഞ്ജുവിന്. സുന്ദര കുട്ടപ്പൻ എന്ന് പറഞ്ഞാൽ മതി. പ്രകാശൻ അന്നേരം നമുക്ക് കത്തും. അറിയാം. അപ്പൊ പിന്നെ എന്റെ തന്നോളൂ, ഞാൻ കൊടുക്കൂലേ? നമ്മൾ ബന്ധുക്കാരല്ലേ. അവിടെ അങ്ങനെ പറഞ്ഞിട്ടേ കൊടുക്കാവൂ. പിന്നെ കൊടുത്ത് അങ്ങനെ പറഞ്ഞു കൊടുക്കുള്ളൂ. അല്ല പിന്നെ ഞാൻ കൊടുക്കൂ. കല്യാണത്തിനെ ഞാൻ നേരത്തെ അങ്ങ് വരും. നിന്നെ സ്വീകരിക്കാൻ നേരത്തെ നാസരത്തിന്റെ ഫ്രണ്ട് ഞാനായിരിക്കും നിൽക്കുന്നത്. അപ്പൊ നാസരത്തിന്റെ സൗണ്ട് വെളി കേൾക്കണ്ടേ? ശരി അമ്മ. ശരി അമ്മ. അപ്പച്ചി അറിഞ്ഞോ? ഈ ചെറുക്കൻ നമ്മുടെ ബന്ധുക്കാരനാകാൻ പോവാ.
ആ പോയവൻ ആ നമ്മുടെ ബന്ധുക്കാരൻ. പിന്നെ എന്റെ പ്രകാശ, നിനക്ക് അത്ര ബുദ്ധിയില്ലയോ? അല്ലാതെ തേങ്ങക്കടി ഇട്ടിട്ട് എനിക്ക് തോന്നി നിനക്ക് എന്തോ വെളുവേട് സംഭവിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങ് സ്ഥിരീകരിക്കുക. സ്ഥിരീകരിക്കുന്ന ഞാൻ ചെറുക്കം പറഞ്ഞില്ലേ, നമ്മുടെ പൂടിക്കാട്ടെ നമ്മുടെ രാഘവനമ്മാന്റെ മോളെ മഞ്ജുവിനെ അവൻ കേട്ടുന്നത് നമുക്ക് കറക്റ്റായിട്ട് അത് പറഞ്ഞില്ലേ അവൻ. എടാ അവൻ പറഞ്ഞാന്നോ? പിന്നെ? നീ അങ്ങോട്ട് അവന്റെ ചെവിയിലോട്ട് ഓതി കൊടുത്ത് അവൻ അത് പിടിച്ചെടുത്ത് വളർത്തി. എന്നിട്ട് നിന്റെ കയ്യിലിരുന്ന മാലയും മേടിച്ചിട്ട് അവൻ പോയി. അപ്പൊ അവൻ എന്നെ പറ്റിക്കുമായിരുന്നു. എടാ അവൻ നിന്നെ ഒരിക്കലും പറ്റിക്കത്തില്ല, പറ്റിച്ചിട്ടുമില്ല. കാരണം അവനൊരു പ്രവാസിയാ. കഷ്ടപ്പെട്ട് അവിടെ കിടന്ന് അധ്വാനിച്ച മുതല് ദൈവമായിട്ട് അവന്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു. അത്രേ ഉള്ളു. മനസ്സിലായോ? അതാ എന്റെ മാലതാ, എന്റെ മാലതാ. എതാൻ പറ്റില്ല, എന്റെ മാലതാ. കേട്ടില്ല? എന്റെ മാലതാ. നിന്റെ മാല നിന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച മാലയ്ക്ക് പകരം ഇച്ചിരി മുന്നേ ഞാൻ നിനക്കൊരു മാല തന്നായിരുന്നോ? അതെന്തിയേ? അതാ അവന് കൊടുത്തത്. അത് നിന്റെ മാലയായിരുന്നോ? ആയിരുന്നു. അപ്പൊ ഞാൻ നിന്റെ നിന്ന് മേടിച്ച മാലയും ഇപ്പൊ ഞാൻ തന്ന മാലയും നമ്മൾ തമ്മിലുള്ള മാലയുടെ ഇടപാട് തീർന്നേ. അപ്പച്ചേ, ഞാൻ ഈ മാലയുടെ പേരിൽ അപ്പച്ചി ഇങ്ങനെ വഴക്കുണ്ടാക്കിയത് അപ്പച്ചി പിണങ്ങല്ലേ എന്നോട്? എനിക്കെന്തോ വേടാ, കുഴപ്പമില്ല. എനിക്ക് അതിനൊന്നും വിഷമമില്ല. ഞാൻ അപ്പം ഊർമളയൊക്കെ പോയി വിളിച്ചിട്ട് വരട്ടെ അവരെ വീട്ടിൽ നിന്ന്. എന്തോനാടാ പാമ്പ് പിടിച്ച് ചോദിച്ചാ അവൾ അവിടെ തന്നെ, അവിടെ വീട്ടിൽ തന്നെ ജീവിക്കട്ടെ. അപ്പച്ചി എടാ നിന്നെ പോലൊരു മണ്ടന്റെ കൂടെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇച്ചിരി കഷ്ടപ്പാടാന്നേലും ഇച്ചിരി ബുദ്ധിമുട്ടാന്നേലും സന്തോഷമായിട്ട് സുഖമായിട്ട് അവൾ അവിടെ വീട്ടിൽ ജീവിക്കുന്നതാണല്ല. ഞാനല്ല മണ്ടൻ, പിന്നെ അപ്പച്ചിയാ മണ്ടി. എന്തുകൊണ്ടാ നീ അങ്ങനെ പറഞ്ഞത്? അപ്പച്ചിക്ക് ഞാൻ തന്ന ചെറിയൊരു മാലയല്ലേ, ആ അപ്പച്ചി എനിക്ക് തന്ന വലിയൊരു മാലയായിരുന്നു.